ശ്രീ ജി വി ഹരി, അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനായി എന്നതാണ് ഇടതുപക്ഷം ഈ ആദ്യത്തെ ലാപ്പിൽ ഒരു ചുവട് മുന്നിൽ നിൽക്കുന്നു എന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതാണ് ഇപ്പോൾ ഇടതു പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പട്ടികയൊക്കെ നാളെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ അന്തചിത്രങ്ങൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് എത്തുമ്പോൾ ശ്രീ രവിശങ്കറിലേക്ക് കൂടി ചോദിക്കേണ്ടതുണ്ട്. രണ്ട് സുധാകരന്മാരാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ കാർന്നു തിന്നുന്നുണ്ടോ ജി വി ഹരി? പ്രതിസന്ധിയില്ല. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയില്ല. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള മുഴുവൻ MLA-മാർ, 2 പേരൊഴികെയുള്ള മുഴുവൻ MLA-മാർ മത്സരിക്കും. അത് ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീടുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. ആദ്യ പട്ടികയിൽ ഒരു 60ഓളം പേരുടെ പ്രഖ്യാപനം ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഞങ്ങളും ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ള സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എല്ലാ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചു വരുന്നു. ലീഗുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇന്നത്തോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ചർച്ചകളൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടും ഉള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് 2-3 ദിവസത്തിനുള്ളിൽ, മാക്സിമം 3 ദിവസത്തിനുള്ളിൽ, കാരണം 25 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 25 ദിവസം കഴിയുമ്പോൾ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ 25 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സമയം നമുക്കുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മതിയാവും. ഇപ്പോൾ ശ്രീ രവിശങ്കർ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ആൻറ്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ വോട്ടുകൾക്ക് കാത്തിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. UDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. അതിൻ്റെ സെമി ഫൈനലിൽ നമ്മൾ കണ്ടു എന്താണ് കേരളം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. നമ്മൾ സെമി ഫൈനലിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിക്കുമെന്ന് പണ്ട് പറഞ്ഞ പോലെ അതൊരു തമാശയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മാത്രമല്ല, ജനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നിട്ടുള്ള വികസനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ള കേരളത്തെ തിരിച്ച് വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി UDF-നെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വോട്ട് കേരളത്തിലെ ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഞങ്ങൾക്ക് 100% ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു കഴിഞ്ഞു, 100+ അതിൽ കുറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നേ. പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി അങ്ങനെ 100 എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറിലേക്കൊക്കെ UDF-ന് എത്താൻ കഴിയുന്ന കാലം എത്രയോ മുൻപ് അവസാനിച്ചതാണ്. എന്തായാലും ജി വി ഹരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ PR ശിവശങ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. PR ശിവശങ്കർ, ഇപ്പോൾ BJP ഉയർത്തുന്ന രാഷ്ട്രീയം LDF-ഉം UDF-ഉം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് NDA-യുടെ രാഷ്ട്രീയം. UDF-ഉം LDF-ഉം 2 അല്ല 1 എന്ന് BJP പറയുന്നതിലൂടെ BJP എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. ഇരു മുന്നണികൾക്കും ബദലായി ഒരു ശക്തിയായി കേരളത്തിൽ BJP സ്ഥാനമുറപ്പിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായാണ് BJP ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ ഇടം പിടിക്കാൻ പോകുന്ന ഒന്നാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടത് വലത് മുന്നണികൾ, ഈ 2 മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ വോട്ടർമാർക്ക് ചിന്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2026 എത്തുമ്പോൾ BJP അനിഷേധ്യ ശക്തിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുകയാണ്. എന്താണ് BJP-യുടെ പ്രതീക്ഷകൾ, മുന്നോട്ടുള്ള പോക്ക്?